അമേരിക്കൻ സാമ്രാജ്യത്വ നയത്തിനെതിരെ CPM-ന്റെ പ്രതിഷേധ ജാഥ തിരുവനന്തപുരത്ത് നടക്കുന്നുവെന്ന് നമ്മൾ നേരത്തെ പ്രേക്ഷകരോട് പങ്കുവച്ചതാണ്. സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ അടക്കമുള്ള നേതാക്കൾ പങ്കെടുക്കുകയും ചെയ്യുന്നു. തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ആഷിൻ ഡിയാഗോ വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുകയാണ്. അഷിൻ, സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ, CPM-ന്റെ ജില്ലാ സെക്രട്ടറിയായി പുതുതായി ചുമതലയേറ്റ A റഹീം, M വിജയകുമാർ, എല്ലാവരെയും നമുക്ക് ഈ പ്രതിഷേധ ജാഥയിൽ കാണാൻ കഴിയും. എന്താണ് മുദ്രാവാക്യം? മധു, അമേരിക്കൻ സാമ്രാജ്യത്വത്തിനെതിരെയാണ് നിലവിലിപ്പോൾ CPM ജില്ലാ നേതൃത്വത്തിന്റെ നേതൃത്വത്തിൽ ഈ ഒരു പ്രതിഷേധ ജാഥ നടത്തുന്നത്. ഇവിടെ നിന്നും നേരത്തെ GPO ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച ജാഥ നേരെ ഈ രക്തസാക്ഷി മണ്ഡപത്തിലേക്കാണ് നടക്കുന്നത് എന്നുള്ളതാണ്. അമേരിക്ക നിലവിൽ ഇറാന് നേരെ നടത്തുന്ന അതിക്രമങ്ങൾ, യുദ്ധം, ഇതിൽ പൊലിയുന്ന ജീവനുകൾ, ആ ജീവനുകളുടെ എല്ലാം കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് യുദ്ധം നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം മാറ്റങ്ങൾ കൊണ്ടുവരും എന്നതടക്കമുള്ള കാര്യങ്ങൾ വിവരിച്ചുകൊണ്ടുള്ള ഒരു യാത്രയാണ് നിലവിലിപ്പോൾ നടത്തുന്നത്. എല്ലാ CPM നേതാക്കളും തന്നെ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇവിടെ നിന്നും നേരെ രക്തസാക്ഷി മണ്ഡപത്തിലേക്കാണ് ഈ ഒരു പ്രതിഷേധ ജാഥ അല്ലെങ്കിൽ നടത്തുന്നത് എന്നുള്ളതാണ്. A റഹീം MP അടക്കമുള്ളവർ ഉണ്ട് എന്നുള്ളതാണ്. പക്ഷേ എന്തായാലും നേതാക്കൾ അവിടെ എത്തി രക്തസാക്ഷി മണ്ഡപത്തിൽ എത്തിയ ശേഷമായിരിക്കും അവരുടെ പ്രതികരണങ്ങൾ അറിയിക്കുക എന്നുള്ളതാണ്. എന്തായാലും തലസ്ഥാനത്ത് ഇത്തരത്തിൽ ഒരു പ്രതിഷേധ ജാഥ നടത്തുന്നു. CPM ജില്ലാ സെക്രട്ടറി നേതൃത്വത്തിലാണ് നിലവിൽ ഇപ്പോൾ എന്തായാലും ഈ ഒരു പ്രതിഷേധ ജാഥ നടക്കുന്നത്. ഇപ്പോൾ ജാഥ സെക്രട്ടേറിയറ്റ് കഴിഞ്ഞ നേരെ ഇനി രക്തസാക്ഷി മണ്ഡപത്തോട് അടുക്കുന്നു എന്നുള്ളതാണ്. നിരവധി പേർ ഈ ഒരു ജാഥയിൽ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഒപ്പമുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും ഈ യുദ്ധത്തിൽ പൊലിയുന്ന ജീവനുകൾ, പ്രത്യേകിച്ച് കുട്ടികൾ അടക്കം, വൃദ്ധരായ സ്ത്രീകളടക്കം നേരിടുന്ന പ്രശ്നങ്ങൾ, ഇതെല്ലാം ഉന്നയിച്ചുകൊണ്ടുള്ളതാണ് നിലവിലിപ്പോൾ ഈ ഒരു പ്രതിഷേധ ജാഥ CPM-ന്റെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. തലസ്ഥാനത്ത് പുരോഗമിക്കുകയും ചെയ്യുന്നു. മാധു, ആഷിൻ ഡിയാഗോയാണ് വിവരങ്ങൾ നൽകിയത്. CPM-ന്റെ നേതൃത്വത്തിലാണ് വലിയ തോതിലുള്ള പ്രതിഷേധം അവിടെ ഉണ്ടാകുന്നത്. സംസ്ഥാനത്തെ മുതിർന്ന നേതാക്കൾ എല്ലാവരും തന്നെ അണിനിരന്ന വലിയ പ്രതിഷേധമാണ് ഉണ്ടാകുന്നത്. യുദ്ധത്തിനെതിരെ നമ്മൾ എവിടെയാണോ നിൽക്കുന്നത് ആ മണ്ണിൽ ചവിട്ടി നിന്ന് പ്രതിഷേധിക്കുക എന്ന് പറയുന്നത് ഓരോ മനുഷ്യന്റെയും ഉത്തരവാദിത്തമാണ്. നമ്മൾ എത്ര ചെറിയവരാണെങ്കിലും നമ്മുടെ സംഘടനാ സംവിധാനം എത്ര വലുതാണ് എന്നിരുന്നാലും അതിൽ ചെറുപ്പം വലിപ്പം എന്നുള്ളതല്ല, അതിനപ്പുറത്തേക്കുള്ള വലിയ പ്രതികരണങ്ങൾ ഉണ്ടാവേണ്ടത് മാനവികതയ്ക്ക് ഏറ്റവും അനിവാര്യമായ ഒന്നാണ്. ആ നിലയ്ക്കുള്ള ദൗത്യം ഏറ്റെടുക്കുക ഓരോ രാഷ്ട്രീയ പാർട്ടിയുടെയും ഓരോ വ്യക്തിയുടെയും ദൗത്യവുമാണ്.